അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ. 1 രാജാക്കന്മാർ 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ. ഇസ്രയേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ 480-ാം സംവത്സരത്തിൽ ഇസ്രയേലിൽ ശലോമോന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസമായ സീവ് മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. ശലോമോൻ രാജാവ് യഹോവയ്ക്ക് പണിത ആലയം 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവുമുള്ളതായിരുന്നു. ആലയമായ മന്ദിരത്തിന്റെ മുഖമണ്ഡപം ആലയ വീതിക്കൊത്തവണ്ണം 20 മുഴം നീളവും ആലയത്തിന്റെ മുൻവശത്ത് 10 മുഴം വീതിയും ഉള്ളതായിരുന്നു. അവൻ ആലയത്തിന് ജാലമിണക്കിയ കിളിവാതിലുകളെയും ഉണ്ടാക്കി. മന്ദിരവും അന്തർമന്ദിരവും കൂടിയ ആലയത്തിന്റെ ചുവരിനോട് ചേർത്ത് ചുറ്റും തട്ടുതട്ടായി പുറവാരങ്ങളും പണിത് അവയിൽ ചുറ്റും അറകളും ഉണ്ടാക്കി. താഴത്തെ പുറവാരം 5 മുഴവും നടുവിലത്തേത് 6 മുഴവും 3-ാമത്തേത് 7 മുഴവും വീതിയുള്ളതായിരുന്നു. തുലാങ്ങൾ ആലയ ഭിത്തികളിൽ അകത്തു ചെല്ലാതിരിപ്പാൻ അവൻ ആലയത്തിന്റെ ചുറ്റും പുറമെ ഗളം പണിതു. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. മതി. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ ഭാഗം മറിക്കണ്ട. നമ്മളിവിടെ വായിച്ചു കേട്ടത് പുറപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള ശലോമോൻ രാജാവിൻ്റെ വാഴ്ചയുടെ ചില ആണ്ടുകളെക്കുറിച്ചാണ് നമ്മളിവിടെ വായിച്ചത്. സ്തോത്രം. താന് വാഴ്ച തുടങ്ങുമ്പോൾ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ കുറവിനെ അവിടെ പരിഹരിക്കുകയാണ്. നല്ലൊരു മേശരിക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു കല്ല് വെട്ടുന്നത് ആ വെട്ടുകുഴിക്കകത്ത് വച്ച് സകലത് കുറവ് തീർത്താണ് താനെടുത്ത് ഭിത്തി കെട്ടുന്ന ഭാഗത്ത് വയ്ക്കുന്നത്. പിന്നെ ഒരൊച്ച, ഒരു ചുറ്റികയുടെയോ മഴുവിൻ്റെയോ ഒരു ഒച്ചയും അവിടെ ഇല്ല എന്നവിടെ വ്യക്തമായി 7-ാമത്തെ വാക്യത്തിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഇതിൻ്റെ തുലാങ്ങൾ നിരത്തുമ്പോഴാണെങ്കിലും ശലോമോനൊരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം ശലോമോൻ എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് നമുക്കറിയാം. രാജാവായിരിക്കുന്ന ദാവീദിൻ്റെ മകനായിരിക്കുന്ന ശലോമോൻ ജ്ഞാനി, എന്ത് കാര്യത്തിനും കൃത്യനിഷ്ഠ, ഭയങ്കരമായ ഒരു ജ്ഞാനമാണ് താൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുത്തത്. എന്നാൽ ഇന്ന് രാത്രി വളരെ വ്യക്തമായി ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. 1-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ശലോമോൻ്റെ ദേവാലയ നിർമ്മാണം നമുക്കവിടെ കാണാൻ കഴിയുന്നു. നമ്മൾ 7-ാം വാക്യം വെച്ച് നിർത്തി. 7-ാമത്തെ വാക്യം നിർത്തിയ കാര്യം വെട്ടുകുഴിയിൽ വച്ച് വെട്ടിയെടുത്ത കല്ല്. നിങ്ങൾക്കറിയോ, ഫറവോൻ രാജാവായിരുന്ന കാലഘട്ടങ്ങളിൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5 പുസ്തകങ്ങൾ വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ അന്നത്തെ നോട്ടുകൾ ഫറവോന്റെ തലയുണ്ടായിരുന്നു. 1 പൗണ്ട്, 2 പൗണ്ട്, 100 പൗണ്ട്, 10 പൗണ്ട് എന്ന് തുടങ്ങിയ നോട്ടുകളിൽ അന്നത്തെ ഫറവോന്റെ തലയുണ്ടായിരുന്നു എന്ന് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കൈപൊക്കിയാൽ മതി. ഇല്ല, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നോട്ടുകൾ വരും. സ്തോത്രം. പിന്നെ നാണയങ്ങളുണ്ടായിരുന്നു. നാണയങ്ങൾ. ഈ നാണയങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ നാണയങ്ങൾക്കകത്ത് ഇദ്ദേഹത്തിൻ്റെ തലയും ഒരു തൊപ്പിയും തലപ്പാവും. ഈ തലപ്പാവിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ പോലീസ് അധികാരികൾ അല്ലെങ്കിൽ പോലീസ് തുടങ്ങിയ അധികാരികൾ വച്ച തൊപ്പിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോ തൊപ്പി? ഇല്ല. അയ്യോ പാസ്റ്റർ, അങ്ങനെയുള്ള തൊപ്പിയൊന്നും കണ്ടിട്ടില്ല. അന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. തൊപ്പി എന്ന് പറയുമ്പോൾ എല്ലാം ഇങ്ങനെ ഈ എന്താ പറയുക, കുന്തമുന പോലെയാണ് നിൽക്കുന്നത്. 4 കോണുണ്ടാകും. ഇങ്ങനെ ഒരു കുന്തമുന പോലെ നിൽക്കും. അത് കാണാൻ കഴിയുന്നത് നമുക്ക് പിന്നെ പുറപ്പാടും കഴിയുന്നു. സമാഗമന കൂടാതെ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്തുണ്ട്. തലപ്പാവ്,
അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേകതയുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ ഫറവോൻ്റെ ഭരണകാലഘട്ടങ്ങളിൽ തനിക്ക് തൻ്റെ തല വച്ച് നോട്ടുകൾ പുറത്തിറക്കിയിരുന്നു. ഇന്ന് അതിനുശേഷം ഓരോ രാജ്യത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ഈ തല വച്ച് ഇറക്കിയ നോട്ടിന് അല്ലെങ്കിൽ അവിടുത്തെ കൊടി അല്ലെങ്കിൽ അവിടുത്തെ പതാക, ആമേൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നു. ഇപ്പോഴാണ് ഇതെന്ത് ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാ നോട്ടിലും നമ്മളുടെ മഹാത്മാഗാന്ധിയുടെ തലയാണ്. എന്നാൽ പല രാജ്യത്ത് പോകുമ്പോൾ രാജാക്കന്മാരുടെ തല ഉണ്ടാവും. ഇന്നുകൊണ്ട് രാജാക്കന്മാരുടെ തല, അതായത് സൗദി അറേബ്യയിൽ അദ്ദേഹത്തിൻ്റെ തല, അത് പോയിട്ട് മസ്കറ്റിൽ ആ രാജാവിൻ്റെ തല, അങ്ങനെ ഓരോ രാജ്യത്തുള്ള രാജാക്കന്മാരുടെ തല ഇന്നും നോട്ടിലുണ്ട്. കൃപയാൽ ഇവിടെ ഏകദേശം 12 രാജ്യത്തിൽ നോട്ടിൻ്റെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ചില മൊബൈലുകളിലൊക്കെ ഈ നോട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കൂ, ഇത് നിങ്ങളുടെ പഠനത്തിന്, അത് മാത്രമല്ല നിങ്ങളുടെ പ്രൈസ് ദി ലോർഡ് മുമ്പിലോട്ടുള്ള ഓരോ കാര്യാദികൾക്ക് നമുക്ക് ഈ തെളിവുകൾ വളരെ സ്പഷ്ടമാക്കി നമ്മൾ സൂക്ഷിക്കണം. തെളിവുകൾ, എല്ലാത്തിനും തെളിവുകളാണ് ബൈബിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഉള്ള എല്ലാ മൊബൈലിലും വന്നിട്ടുണ്ട്, ഗ്രൂപ്പിലിട്ടില്ല, എല്ലാ മൊബൈലിലും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഈ നോട്ടിനകത്ത് ഇന്ന് 1 രൂപ 2 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാം പൗണ്ടായിരുന്നു, പൗണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ രാജാക്കന്മാരുടെ നോട്ടുകൾ ഒത്തിരി ഞാൻ തരാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇതിൻ്റെ എല്ലാ രേഖകളും വരും ഈ പുസ്തകത്തിൻ്റെ. കാര്യമുണ്ട്, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന എന്തിനു വേണ്ടി, ആരെ നാമത്തിന് വേണ്ടിയാ? ഏതൊരു മനുഷ്യൻ്റെയും തലയാണ് നോട്ടിൽ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? തല. അപ്പോൾ അധികാരം എവിടെയായിരിക്കുന്നതെന്ന് അറിയാമോ? തല. സങ്കീർത്തനം അറിയാമോ ഏതെന്ന്? ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്യമുണ്ട്, അറിയാമോ ആർക്കെങ്കിലും ആ സങ്കീർത്തനം? തല അറിയാമോ? സങ്കീർത്തനം 3:3, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. അപ്പോൾ ഏതൊരു വ്യക്തിയുടെയും തല ഉയർന്നിരിക്കണം. അതാണ് ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രൗഢി എന്ന് പറയുന്നത്, ആ ഭരിക്കുന്ന രാജാവിൻ്റെ തല. അപ്പോൾ ഇന്ന് നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ശലോമോൻ ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ രാജാവായിരിക്കുന്നു. രാജാവായിരിക്കുന്ന ശലോമോൻ ജ്ഞാനി ആലയത്തിൻ്റെ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആലയത്തിനകത്ത് എന്തെല്ലാം കുറവുകളുണ്ടോ അത് പരിഹരിക്കാനാണ് ഇറങ്ങുന്നത്. സ്തോത്രം. അടുത്തൊരു വ്യക്തി നമുക്ക് പരിചയപ്പെടാം കുറച്ച് കഴിഞ്ഞിട്ട്. കുറച്ച് ഭാഗം ഒന്ന് നമുക്ക് എഴുതേണ്ടതായുണ്ട്. നിങ്ങളൊന്ന് കുറച്ച് ഭാഗം നോട്ട് ചെയ്യാമോ? സ്തോത്രം. നമ്മൾ എഴുതി നിർത്തിയ ഭാഗം ഇതാണ്. പ്രധാന വാക്യം വീണ്ടെടുപ്പ് 9 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. അധ്യായം 6:6, 13:13, 15:13, 21:8, 34:20 എന്ന വാക്യങ്ങളിൽ എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി. അടുത്ത് നമ്മൾ താഴോട്ട് എഴുതാൻ പോകുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ മിസ്രൈമിലെ അടിമത്വത്തിൽ നിന്നും എഴുതേണ്ടത്, അത് താഴോട്ട് എഴുതേണ്ടത് കണക്ട് എഴുതേണ്ട ഭാഗമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ മിസ്രൈമിലെ അടിമത്വത്തിൽ നിന്നും. ദൈവം നൽകിയ ശക്തിയേറിയ വിടുതലിനെയും ദൈവജനമെന്ന നിലയിൽ അവരുടെ
അവരുടെ പുറപ്പാടിൻ്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് രണ്ട് വസ്തുതകൾ വിവാദമായിട്ടുണ്ട്. മിസ്രൈമിൽ നിന്നുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പാടിൻ്റെ കാലവും പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവുമാണ് ആ വിഷയങ്ങളിൽ പുറപ്പാടിന് രണ്ട് വ്യത്യസ്ത കാലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരിട്ടിട്ടുള്ള തീയതി, വേദപുസ്തക തീയതി എന്നും ഇത് പരാമർശിപ്പിക്കുന്നു. ബ്രാക്കറ്റിൽ 1 രാജ 6:1 നമ്മൾ വായിച്ചിട്ടുണ്ടത്. ഇപ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിൻ്റെ 450 സംവത്സരത്തിൽ ഇസ്രായേൽ ശലോമോന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനത്തിൽ എത്തിയിട്ടുള്ളത്. ബ്രാക്കറ്റിൽ BC 1445 പുറപ്പാട് സംഭവിച്ചതായി കണക്കാക്കുന്നു. കൂടാതെ ന്യായാധിപന്മാരുടെ പുസ്തകം 11:26 ഇസ്രായേൽ ജനം 300 വർഷങ്ങളായി ദേശം കൈവശം വച്ചുകൊണ്ടിരുന്നു.
ദേശം കൈവശം വച്ചുകൊണ്ടിരുന്നു എന്ന് ഇബ്താഗ് BC 1100 പ്രസ്താവിച്ചിട്ടുള്ളതായി ഏകദേശം BC 1400 ദേശം പിടിച്ചടക്കി എന്നതാണ് ഇത് കാണിക്കുന്നത്. ഈ ഇത്താഗിനെ പറ്റി ആർക്കെങ്കിലും അറിയാമോ? അദ്ദേഹം ആരാണെന്നോ, അദ്ദേഹത്തിൻ്റെ ശൈലി എന്താണെന്നോ, അദ്ദേഹം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇത്താഗിനെ പറ്റി ഇത്താഗ് ആരാണെന്ന് അറിയാമോ? ഇബ്താഹ് ദൈവത്തോട് നേർച്ച നേർന്നിട്ടൊരു യുദ്ധത്തിന് പോകുന്നു. യുദ്ധം ചെയ്ത് മടങ്ങി വരുമ്പോൾ എന്നെ എതിരേൽക്കുന്ന ആരായാലും അതിനെ ദൈവത്തിന് കൊടുത്തേക്കാവുന്ന തീരുമാനം എടുത്ത ഒരു വ്യക്തി. 1,00,000 മാർക്ക് ആന്റികരിക്കട്ടെ. സ്തോത്രം. ആധാരമായുള്ള വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഇബ്താഗ് എന്ന് പറഞ്ഞ വ്യക്തി ആരായിരുന്നു എന്ന് തെളിയിക്കുന്ന നമുക്കൊരു അധ്യായത്തിലേക്ക് നമുക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാമത്തെ അധ്യായം 28-29 വാക്യങ്ങളിലേക്ക് വരാം. ന്യായാധിപന്മാർ 11, 28, 29 വായിച്ചാട്ടെ. ന്യായാധിപനായ യഹോവ ഇന്ന് ഇസ്രായേൽ മക്കളുടെയും അമ്മോന്യരുടെയും മധ്യേ ന്യായം വിധിക്കട്ടെ. എന്നാൽ ഇബ്താഹ് പറഞ്ഞയച്ച വാക്ക് അമ്മോന്യരുടെ രാജാവ് കൂട്ടാക്കിയില്ല. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഇബ്താഹിന്മേൽ വന്നു. അവൻ ഗിലെയാദിലും മനശ്ശയിലും കൂടി കടന്നു ഗിലെയാദിലെ മിസ്പായിൽ എത്തി. ഗിലെയാദിലെ മിസ്പായിൽ നിന്ന് അമ്മോന്യരുടെ നേരെ ചെന്നു. ഇബ്താഹ് യഹോവയ്ക്കൊരു നേർച്ച നേർന്നു പറഞ്ഞത്, നീ അമ്മോന്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമ്മോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എന്റെ വീട്ടുവാതിൽക്കൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് യഹോവയ്ക്കുള്ളതാവും. അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും. ഇങ്ങനെ ഇബ്താഹ് മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇത്താഗ്. എനിക്ക് ഏറ്റവും ഞാൻ കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റായത് ഇത്താഗ് എന്ന് പറഞ്ഞാൽ, താൻ ദൈവത്തോട് പറഞ്ഞത് നേരത്തെ നമ്മൾ വായിച്ചു, 300 വർഷം കൈവശമാക്കി വച്ച ദേശം ഇസ്രായേൽ ജനം. ഇവിടെ ഇസ്രായേൽ വിതയ്ക്കും, അമോന്യരും യെബൂസ്യരും എന്ത് ചെയ്തു? കൊയ്തു കൊണ്ടുപോകും. ദൈവജനത്തിൻ്റെ നന്മകളെ കളയുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു ജനതയെ തകർക്കാൻ ആ കാലഘട്ടങ്ങളിൽ ഇബ്താഹിനെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരെ ദൈവം കരങ്ങളിലെടുക്കും. അതിലൊരു മനുഷ്യൻ ഇബ്താഹ്. താൻ പുറത്തേക്ക് ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറായി പോകുമ്പോൾ താൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: ദൈവമേ, ഞാൻ നിന്റെ മുമ്പിൽ നേർച്ച നേരുകയാണ്. എൻ്റെ നേർച്ച ഇതാണ്: ഈ യുദ്ധം ജയിച്ചടക്കി ഞാൻ ശ്രേഷ്ഠകരമായി സന്തോഷത്തോടെ ഞാൻ ഈ ഭവനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ പടിവാതിക്കൽ എന്നെ എതിരേൽക്കുന്ന എന്ത് വസ്തുവാണെങ്കിലും അതിനെ നിനക്ക് ഞാൻ യാഗമർപ്പിക്കും. ഇതാണ് കരാർ. എൻ്റെ ദൈവം സർവജ്ഞാനിയുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം ഒരു കാര്യം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇത്താഗ് എപ്പോഴും വരുമ്പോൾ അവൻ്റെ ഒരു ആടാണ് തന്നെ എതിരേക്കാൻ വരുന്നത്. സ്തോത്രം. പക്ഷെ അവൻ വന്നപ്പോൾ തൻ്റെ ഏക മകൾ അവനെ എതിരേക്കാൻ വേണ്ടിയാണ്. അവൻ്റെ ഏക മകൾ വന്നു. പക്ഷെ ഇത്താഗ് പതറിപ്പോയി. എങ്കിലും വേദപുസ്തകം നമ്മൾ അത് അരിച്ചു പിറക്കി നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഇത്താഗ് ഒറ്റ കാര്യം എന്ത്, ആ മോളെ, നീ എൻ്റെ തല കുനിപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. ആ മകൾ
ഞാൻ ചിന്തിക്കുന്നു ആ മകൾ ഇത്താഗിനെക്കാളും ഉറപ്പുള്ള മകളായിരുന്നു. അവൾ എന്താ പറഞ്ഞെന്നറിയാമോ? 38 വാക്യം, 39 വാക്യം. അവള് എത്ര മാസം മാറിയെന്നറിയാമോ? 2 മാസം അവൾ അപ്പനിൽ നിന്ന് മാറി നിന്നു. ആമേൻ. അവളുടെ പ്രായമുള്ള വ്യക്തികളോട് കളിച്ചും ചിരിച്ചും 2 മാസം അവരോട് കൂടെ പോയ ശേഷം അപ്പൻ്റെ അടുത്ത് അവൾ മടങ്ങി വന്നു. ശ്രദ്ധിക്കൂ, ഇന്നത്തെ തലമുറയാണെങ്കിലോ എപ്പം മുങ്ങിയെന്ന് കേട്ടാൽ മതി അല്ലേ? എന്നാൽ ഇവൾ സമർപ്പണമുള്ളൊരു തലമുറയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഒന്നത് വായിക്കാം, കുഴപ്പമില്ല. 38, 39 വാക്യം ഒന്ന് വായിക്കാമോ? എന്നാൽ ഒരു കാര്യം എനിക്ക് വേണ്ടിയിരുന്നു. ഞാൻ പർവ്വതങ്ങളിൽ ചെന്ന് എന്റെ സഖിമാരുമായി എന്റെ കന്യാത്വത്തെ കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് എനിക്ക് 2 മാസത്തെ അവധി തരണമെന്ന് അവൾ തന്റെ അപ്പനോട് പറഞ്ഞു. അതിന് അവൻ പോക എന്ന് പറഞ്ഞത് അവളെ 2 മാസത്തേക്ക് അയച്ചു. അവൾ തന്റെ സഖിമാരുമായി ചെന്ന് തന്റെ കന്യാത്വത്തെ കുറിച്ച് പർവ്വതങ്ങളിൽ വിലാപം കഴിച്ചു. 2 മാസം കഴിഞ്ഞിട്ട് അവൾ തന്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വന്നു. അവൻ നേർന്നിരുന്ന നേർച്ച പോലെ അവളോട് ചെയ്തു. അവൾ ഒരു പുരുഷനെ അറിഞ്ഞിരുന്നതുമില്ല. പിന്നെ ആണ്ടുതോറും ഇസ്രായേലിലെ കന്യകമാർ 4 ദിവസം ഗിലെയാദ്യനായ യിഫ്താഹിന്റെ മകളെ കീർത്തിപ്പാൻ പോകുന്നത് ഇസ്രായേലിൽ ഒരു ആചാരമായി തീർന്നു. അതൊരു ആചാരമായി തീർന്നു. സമർപ്പിക്കപ്പെട്ട ഒരു തലമുറ, സമർപ്പിക്കപ്പെട്ട ഒരു അപ്പൻ ദൈവത്തോട് പറഞ്ഞത് ദൈവം ചെയ്തു. കരാർ ആരുമായിട്ടെന്നറിയാമോ? യിഫ്താഹിന് കരാർ ആരുമായിട്ടെന്നറിയാമോ? ദൈവമായിട്ട്. നിങ്ങൾ ആരെങ്കിലും ഒരു ചെറിയ ഒരു മുട്ടുപിന്ന് ദൈവസ്ഥലിൽ നേർന്നാലും നിവർത്തിച്ച് തന്നെ പോണം. വചനം പറയുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? നേരരുത്. സ്തോത്രം. ഇന്നത് കൊടുക്കാന്ന് പറയുമ്പോൾ ദൈവം അങ്ങ് താഴെ ഇറങ്ങി വരും. താഴെ ഇറങ്ങി വന്ന് ദൈവ യുദ്ധത്തിലൊക്കെ ജയം തന്ന് സേഫ്റ്റി ആക്കും. പക്ഷേ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ പറയുന്നത് അത് എനിക്ക് കിട്ടേണ്ടതന്നല്ലോ എന്ന് പറഞ്ഞ് ഒരിക്കലും മാറരുത്. ആരെങ്കിലും ഇന്ന് രാത്രി അങ്ങനെയുള്ള ചിന്തയിൽ ഇരിപ്പുണ്ടെങ്കിൽ, അങ്ങനെയുള്ള നേർച്ചകളിൽ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി തീരുമാനമെടുത്ത് നാളെ പുലരുമ്പോൾ അത് ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കണം. അതുകൊണ്ടാണ് പലതും മുടങ്ങിയിരിക്കുന്നത്. ദൈവത്തോട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുമ്പോൾ പലതും മുടങ്ങും. അത് ഇത്താഗിന് അറിയാം, ഇത്താഗിന് നല്ലവണ്ണം അറിയാം. അപ്പോൾ ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കണം. ദൈവത്തോടെ കരാറ്, പാസ്റ്ററോടല്ല. ആണോ? ആരെങ്കിലും പാസ്റ്ററോട് കരാറ് പറഞ്ഞോ? കരാർ പാസ്റ്റർ പ്രാർത്ഥി കൊണ്ടുവരാമെന്ന് പറഞ്ഞോ? ദൈവത്തോട് പറയുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ ഒരു പുസ്തകത്തിൽ ഒരിക്കലും മാഞ്ഞു പോകത്തില്ല. മനുഷ്യൻ മറക്കും, ദൈവം മറക്കില്ല. സ്തോത്രം. ഇന്ന് രാത്രി മറന്നു പോകരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ പറയുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെതായ മഹത്വമുണ്ട് പ്രിയരെ. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇത്താഗിൻ്റെ കാര്യം നിങ്ങൾ 1-2 വാക്യം കൂടെ എഴുതിക്കോ. 3-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. 3-10 ന്യായാധിപന്മാർ 3-10 നമ്മൾ വായിക്കുമ്പോൾ വളരെ സന്തോഷമേറിയ അധ്യായമാണ്. 3-10 നമ്മൾ പഠിക്കുമ്പോൾ 3-10 എഴുതിക്കോ. 2 പുറപ്പാട് ഉൽപ്പത്തി പുസ്തകം 28-20 എഴുതിക്കോ. 28-20 എഴുതിക്കോ. അടുത്ത 1 ശമൂവേലിന്റെ പുസ്തകം 1-11 എഴുതിക്കോ. ഇത് ഇസ്രായേലിന്റെ യുദ്ധത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മടങ്ങി ജയത്തോടെ വന്നതിനെ കുറിച്ചുള്ള ഒരു ദൂത് നിങ്ങൾക്ക് പറയാൻ ദൈവം എപ്പോഴും ഗൈഡൻസ് തന്നാൽ ഈ വാക്യങ്ങൾ അതിലൂടെ കോർത്തിണക്കാൻ പറ്റും. അടുത്ത ലേവ്യ പുസ്തകം 27-2. ലേവ്യ 27-2. 1 ശമൂവേലിന്റെ പുസ്തകം 1-28. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-28. സങ്കീർത്തനങ്ങൾ 66-13. 66-13. എഗസ്കേലിന്റെ പുസ്തകം 27-17. എഗസ്കേൽ 27-17.
ന്യായാധിപന്മാർ 11:11. 10:17. പുറപ്പാട് 15:20. 1 ശമൂവേൽ 18:6. അവിടെ നിൽക്കട്ടെ. ഇവിടെ ന്യായാധിപന്മാർ 3:10 പറയുന്നു, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു, അവൻ ഇസ്രായേലിന് ന്യായപാലനത്തിനായി യുദ്ധത്തിന് പുറപ്പെട്ടാറേ. യഹോവ മിസ്പയിൽ. അവൻ നോക്കിക്കേ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ആവസിക്കുന്നു എങ്കിൽ നീ ഭാരപ്പെടണ്ട. പ്രശ്നങ്ങൾ കൂടും കേട്ടോ. ദൈവം കൂടെയുള്ളവൻ്റെ ജീവിതത്തിൽ പ്രശ്നത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാവും. ദൈവാത്മാവ് പ്രാപിക്കുന്നത് വരെ ദാവീദിന് ഒരു പ്രശ്നമില്ലായിരുന്നു. അവൻ അവൻ വളരെ സന്തോഷിക്കപ്പെട്ട ഒരു പൈതലായിരുന്നു. അവൻ ആടുകളുമായൊക്കെ നല്ല ഉല്ലസിച്ച് പാടിയും കിന്നരം പയ്യനാണ് ദാവീദ്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ വന്നപ്പോൾ 2, യോസേഫ് എപ്പോഴും സ്വപ്നം കണ്ടോ അപ്പോഴ് അവന് പൊട്ടക്കുഴി ഒരുങ്ങി. ഇതൊക്കെ ദൈവാത്മാവിൽ സഞ്ചരിക്കുന്നവർക്കുള്ള പരീക്ഷാഘട്ടങ്ങളാണ്. അതുകൊണ്ട് പിന്മാറിയൊന്നും പോണ്ട. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധത്തിന് നിങ്ങളെ തന്നെ ദൈവം ശക്തീകരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളിവിടെ എഴുതിയത് ഏകദേശം BC 1400 ദേശം പിടിച്ചടക്കി എന്നാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ എഴുതിയല്ലോ. പ്രൈസ് ദി ലോർഡ്. അടുത്ത് പുറപ്പാടിൻ്റെയും ദേശം കീഴടക്കുന്നതിൻ്റെയും ന്യായാധിപന്മാരുടെയും ഇസ്രായേലിൻ്റെ ആദ്യ 3 രാജാക്കന്മാരായ ഇസ്രായേലിൽ ആദ്യത്തെ 3 രാജാക്കന്മാരാരെന്നറിയാമോ? ഹലോ പ്ലീസ്. ഇസ്രായേൽ ആദ്യത്തെ 3 രാജാക്കന്മാർ പ്രൊഫസർ പറ. പറഞ്ഞോ. ശൗൽ, ദാവീദ്, ശലോമോൻ. അതാണ് ഓർഡർ കേട്ടോ. ആദ്യത്തെ രാജാവ്, അല്ല തിരിച്ചു പറയരുത്. ആദ്യത്തെ രാജാവ് പറഞ്ഞതുപോലെ ശൗൽ, രണ്ടാമതാര് ദാവീദ്, മൂന്നാമത് ദാവീദിന്റെ മകനായ ശലോമോൻ. ആദ്യത്തെ 3 രാജാക്കന്മാർ. ഇത് നമ്മുടെ എക്സാമിന് വരും. ശലോമോൻ എന്നിവരുടെ BC 1290 ആയിരിക്കും പുറപ്പാടിൻ്റെ കാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഒരു ഊഹം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കും എന്ന് മാത്രമാണ് പണ്ഡിതന്മാർ പറയുന്നത്. അടുത്ത എങ്കിലും യോശുവയുടെ കാലം മുതൽ ഉള്ള യഹൂദ പാരമ്പര്യവും ബ്രാക്കറ്റിൽ യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 3, 8:3, 10:35. ഒന്ന് വായിക്കാമോ? 8:3.
അങ്ങനെ യോശുവയും പഴജനമൊക്കെയും ഹായിയിലേക്ക് പോകുവാൻ പുറപ്പെട്ടു. പരാക്രമശാലികളായ 30,000 പേരെ യോശുവ തിരഞ്ഞെടുത്ത് രാത്രിയിൽ അയച്ചു. മതി. ഈ യോശുവ ജനത്തിന്റെ മുൻപിൽ ഒരു സാധാരണ വ്യക്തിയായിട്ടല്ല നിൽക്കുന്നത്, ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാ. സ്തോത്രം. ഇവിടെ ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തിനൊരു ദൈവം തെരഞ്ഞെടുത്തവരാ ഇതിനകത്തിരിക്കുന്നത്. ശ്രദ്ധിക്കണം. എല്ലാവർക്കും ദൈവവചനം പഠിക്കാൻ കഴിയില്ല. സ്തോത്രം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു പോരാട്ടത്തിൽ കൂടെയാണ് ഈ പഠനം. കഴിഞ്ഞ ഗ്രാജുവേഷൻ പറഞ്ഞതുപോലെ പകുതി വഴി നിർത്താൻ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലേ? എത്രയോ പേര് വേണമെന്ന് തീരുമാനിച്ചില്ലേ? ഇനി കംപ്ലീറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചില്ലേ? ഇനി എന്തിനാന്ന് തീരുമാനിച്ചില്ലേ? ഇതെല്ലാം ശത്രുവിന്റെ ഒരു പദ്ധതിയാ. ഇത് യോശുവയ്ക്ക് നല്ലവണ്ണം അറിയാം. എന്റെ മുമ്പ് നിൽക്കുന്ന ജനം നിസാരക്കാരാ അല്ല, അവർ ശക്തന്മാരാണ് എന്ന് യോശുവയ്ക്ക് അറിയാം. അപ്പോൾ തന്നെ യേശുവിന്റെ സാക്ഷ്യവും മാർക്കോസ് 12:26. മാർക്കോസ് 12:26. ആദിമ ക്രൈസ്തവരും പുറപ്പാട് പുസ്തകം മോശ രചിച്ചത് ആണെന്ന് പ്രഖ്യാപിക്കുന്നു. കൂടാതെ അധികാരത്തിന്റെ തെളിവുകൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് മോശയാണ് എന്ന നിഗമനത്തെ പിന്തുണയ്ക്കുന്നു. പുറപ്പാട് പുസ്തകത്തിലെ നിരവധി വിശദാംശങ്ങൾ ഇതിലെ സംഭവങ്ങൾക്ക് ഗ്രന്ഥകർത്താവ് സാക്ഷ്യം പറയുന്നു. രണ്ടാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. പുറപ്പാട് 2:12, 9:31, 32, 15:27. സോറി, 34:27. ഇത്രയുമാണ് ഈ പുസ്തകത്തിന്റെ സ്ഥിതിവിവര കണക്കുകൾ. അതിൽ ഒരു വാക്യം നമുക്ക് വായിക്കാമോ? 34-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 34-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. യഹോവ പിന്നെയും മോശയോട്, ഈ വചനങ്ങളെ എഴുതിക്കൊള്ളുക,
ഈ വചനങ്ങൾ ആധാരമാക്കി ഞാൻ നിന്നോടും ഇസ്രായേലിനോടും നിയമം ചെയ്തിരിക്കുന്നുവെന്ന് അരുളി ചെയ്തു. കണ്ടോ, വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇന്നലെ ചിന്തിച്ചൊരു ഭാഗമാണ്. പക്ഷേ നമ്മൾ ആ ഭാഗം 27-ാമത്തെ വാക്യം ചിന്തിച്ചില്ല, അത് ക്ലാസ്സിലുള്ളത് കൊണ്ട്. അവിടെ മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന ന്യായപ്രമാണം അല്ലെങ്കിൽ കൽപ്പന, അത് 34-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവജനം ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നിൽക്കണം, പുറത്തല്ല. എവിടെ? അകത്ത് നിൽക്കണം. സാക്ഷ്യകൂടാരത്തിന് പുറത്തല്ല നിൽക്കേണ്ടത്, സാക്ഷ്യകൂടാരത്തിനകത്ത് നിൽക്കണം. സ്തോത്രം. ഞാൻ ആദ്യം പള്ളിയിൽ പോകുമ്പോഴേ, യേശുവിനെ അറിഞ്ഞു വന്ന സമയത്ത് ജയിലിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് പള്ളിയിൽ പോയി ഫ്രണ്ടിലിരിക്കും. എനിക്ക് ആദ്യം കാണണം. അതെ, സിനിമ കാണാൻ പോകുന്ന സമയത്തും അങ്ങനെ തന്നെ. എനിക്കറിയത്തില്ലായിരുന്നു, ആദ്യം കാണാൻ വേണ്ടി ഫ്രണ്ടിൽ പോയിരിക്കും. സിനിമ കണ്ട് സ്ക്രീന് വലിയ സ്ക്രീനല്ലേ, സിനിമ കണ്ട് എണീക്കുമ്പോൾ കഴുത്തൊക്കെ നീരാവും. പിന്നെ 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 പിന്നെയാണ് ഈ ബാക്കിലോട്ടിരിക്കുന്ന കാര്യം ആലോചിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പള്ളിയിൽ പോയി ഫ്രണ്ടിലിരിക്കും. അപ്പോൾ പാസ്റ്റർമാർക്കെല്ലാം ഭയങ്കര ഒരു കാര്യമായി. കാരണം നമ്മൾ ആദ്യത്തെ ഈ ചിലർ പറയില്ലേ, ആദ്യത്തെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ മുഴുത്ത മാനസാന്തരം 3 മാസം അല്ലേ. ഈ 3 മാസം എന്ന് പറയുന്നത് ഏകദേശം 2-3 വർഷം ഞാൻ പള്ളിയിലെ ഫ്രണ്ടിൽ ആ പുൽപിറ്റിൻ്റെ അടുത്തോട്ട് പോയി അങ്ങ് ഇരിക്കും. സ്തോത്രം. എല്ലാവരും കളിയാക്കും, കുട്ടികളുടെ അടുത്ത് പോയിരിക്കുന്നു, കളിയാക്കട്ടെ, കുഴപ്പമില്ല. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് പിറകിൽ പോയി ഇരിക്കാൻ വേണ്ടിയല്ല. അതിന് പ്രത്യേക കസേരകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ബാക്കിലത്തെ കസേര എനിക്കുള്ളതാണ്, മധ്യത്തിലെ കസേര എനിക്കാണ്, പിന്നെ സൈഡിലുള്ളത് എനിക്ക്, പിന്നെ വിൻഡോയുടെ അടുത്തുള്ളത് എനിക്ക്, അത് ജനലിൻ്റെ അടുത്തുള്ളത്. പിന്നെ ഈ വാതിലിൻ്റെ അടുത്തൊരു കസേര അല്ലെങ്കിൽ ഒരു പായിട്ടിരിക്കും, അവിടെ എനിക്ക് അഴിച്ച് പോകാം പുറത്തോട്ട്. അങ്ങനെ കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങളുണ്ട്. പക്ഷെ സമാഗമന കൂടാരം പഠിക്കും ഒറ്റ വാതിലേ ഉള്ളൂ. കയറിനടുത്തോട് തന്നെ ഇറങ്ങുകയും വേണം, അതിൽ കൂടെ തന്നെ കയറുകയും വേണം. പക്ഷേ വാതിൽ കൂടാരത്തിൽ ഉണ്ടോ എന്ന് കേട്ടാ ഇല്ല. സമാഗമന കൂടാരത്തിൽ വാതിലില്ല. എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. വാതിലില്ലാത്ത പള്ളി കാണണോ? എൻ്റെ കൂടെ പോര്. വാതിലില്ലാത്ത പള്ളി ഇന്നുണ്ട് തമിഴ്നാട്ടിൽ. സിയോൻ വിള എന്നൊരു സ്ഥലത്ത് പള്ളിക്ക് വാതിലില്ല. ഏകദേശം ഒറ്റ ആരാധനയ്ക്ക് ഒരു ആരാധനയ്ക്ക് 1500-2000 പേര് ഒരു ആരാധനയ്ക്കകത്ത് ഉണ്ടാകും. വാതിലില്ല. സ്തോത്രം. നമ്മുടെ പ്രൊഫസറിൻ്റെ സഹോദരൻ്റെ മകനുമായിട്ട് ഞാൻ പോകുമ്പോൾ അന്തം വിട്ടുപോയാണ്. വാതിലില്ല. എന്നാൽ എല്ലായിടത്തും വച്ചിട്ടുണ്ട്, പാളിയൊന്നുമില്ല, ജനലിലും പാളിയില്ല. വാതിൽ വയ്ക്കേണ്ട ഭാഗത്ത് വാതിൽ വെച്ചിട്ടുണ്ട്, പാളിയില്ല, അടപ്പില്ല. ഫ്രണ്ടിലും ബാക്കിലും ഒരിടത്തും അടപ്പൊന്നുമില്ല. ഏത് സമയവും ജനം അതിനകത്ത് വന്നിരിക്കും. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, സെബിൻ വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, കയറിപ്പോകുന്നത് ഗേറ്റ് ഇല്ല, മതിലുണ്ട്, ഗേറ്റില്ല. എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത്, ദൈവം എന്നോട് പറഞ്ഞു വാതിൽ വയ്ക്കേണ്ടെന്ന്. അങ്ങനെയുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് എന്താ പറഞ്ഞേ? വചനം എന്താ പറഞ്ഞേ? യോഹന്നാൻ 6:10 താഴോട്ട് വായിക്കുമ്പോൾ എന്താ പറഞ്ഞേ? ഞാൻ വാതിലാകുന്നു, അല്ലേ? എന്നിലൂടെ കടക്കുന്നവൻ പറഞ്ഞേ രക്ഷപ്പെടും. വാതിലായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ ഭവനത്തിലെ നായകനായിരിക്കട്ടെ. ബോർഡ് എടുത്ത് അകത്ത് വയ്ക്ക്. പുറത്തല്ല ബോർഡ്, വീട്ടിനകത്താ ബോർഡ്. ഗേറ്റിലല്ല ബോർഡ്, ഗേറ്റിനകത്താ ബോർഡ്. സ്തോത്രം. വ്യക്തികളുടെ നെറ്റിക്കാ ബോർഡ്. ഇന്ന് രാത്രി അങ്ങനെ ആ ഒരു സംഭവത്തിലേക്ക് വരട്ടെ ഈ ക്ലാസ്. ഇതാണ് നമ്മുടെ സ്ഥിതിവിവര കണക്കുകൾ. നമ്മൾ വന്നത് ഏകദേശം 450 സംവത്സരങ്ങളാണ് ഇസ്രായേൽ ജനം ശലോമോന്റെ വാഴ്ചയുടെ 4-ാമത്തെ ആണ്ടിൽ എന്ന് പറയുന്ന 4-ാമത്തെ വർഷത്തിലാണ് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. മറന്നുപോരുത്. BC 1445 പുറപ്പാട് സംബന്ധിച്ച് ഉണ്ടായതായ ചില കണക്കുകൾ. തീർന്നില്ല. നമ്മൾ വരുമ്പോൾ BC 1400
ഇബ്താഗ് ഈ ജനത്തെ അടിച്ച് ഒതുക്കി രാജ്യം പിടിക്കുന്നത്. ആമേൻ. നമ്മൾ താഴോട്ട് പഠിച്ചത് വാക്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി അടുത്ത് പഠിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം. നേരത്തെ നമ്മളൊരു വാക്യം വായിച്ച് നമ്മൾ നിർത്തി. ഇബ്താഗിൻ്റെ പുസ്തകമല്ലേ നമ്മൾ വായിച്ചത്? നമ്മുടെ സരി സിസ്റ്റർ വായിച്ച ഒരു അധ്യായം ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കി താഴോട്ടൊന്ന് വായിക്കാമോ? അതോ ആദ്യം ആ വാക്യം ഒന്ന് പറയാമോ? സരി സിസ്റ്റർ വായിച്ച് നിർത്തിയ വാക്യം ഒന്ന് പറയാമോ? മാറിപ്പോയോ? ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 28 വായിച്ചോളൂ. ന്യായാധിപനായ യഹോവ ഇന്ന് ഇസ്രായേൽ മക്കളുടെയും അമ്മോന്യരുടെയും മധ്യേ ന്യായം വിധിക്കട്ടെ. എന്നാൽ ഇബ്താഗ് പറഞ്ഞയച്ച വാക്ക് അമ്മോന്യരുടെ രാജാവ് കൂട്ടാക്കിയില്ല. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഇബ്താഹിന്മേൽ വന്നു. അവൻ ഗിലെയാദിലും മനശ്ശെയിലും കൂടി കടന്നു. ഗിലെയാദിലെ മിസ്പയിലെത്തി. ഗിലെയാദിലെ മിസ്പയിൽ നിന്ന് ആന്റി ആ അധ്യായമല്ല നമ്മൾ വായിച്ചത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വരെ നിർത്തി. 8-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. താഴത്തെ പുറവാരത്തിന്റെ വാതിൽ ആലയത്തിന്റെ വലതുഭാഗത്തായിരുന്നു. ചുഴൽ കോവണിയിൽ കൂടെ നടുവിലെ പുറവാരത്തിലേക്കും നടുവിലത്തേതിൽ നിന്ന് 3-ാമത്തെ പുറവാരത്തിലേക്കും കയറാം. അങ്ങനെ അവൻ ആലയം പണിതു തീർത്തു. ദേവദാരു തുലാങ്ങളും ദേവദാരു പലകയും കൊണ്ട് ആലയത്തിന് മച്ചിട്ടു. 10-ാം വാക്യം. ആലയത്തിന്റെ ചുറ്റുമുള്ള തട്ടുകൾ 5 മുഴം ഉയരത്തിൽ അവൻ പണിതു. ദേവദാരു തുലാങ്ങൾ കൊണ്ട് ആലയത്തോട് ഇണച്ചു. മതി. ഈ അധ്യായം നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കണം. നമ്മുടെ സമാഗമന കൂടാരത്തിനകത്തുള്ള സകല കാര്യങ്ങളും തൂണുകളും നമുക്കിതിനകത്ത് പഠിക്കാൻ കഴിയും. നിങ്ങൾ വായിക്കേണ്ടത് 6, 7, 8. 7-ാമത്തെ അധ്യായത്തിൽ അരമന പുതുക്കുന്നതായി അരമനയുടെ കാര്യങ്ങളും അതിൻ്റെ അരമന പണിയും അതിൻ്റെ മുഴവും നീളവും ലെബാനോൻ അങ്ങനെയുള്ള തുടങ്ങിയ സംഭവങ്ങളാണ് 7-ാം അധ്യായം. എന്നാൽ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദിൻ്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടത് ശലോമോൻ ന്യായാധിപന്മാർ ഇസ്രായേൽ ജനം എല്ലാവരും കൂടെ ചെയ്ത് അതിൻ്റെതായ ചില ഉപകരണങ്ങളും വിശുദ്ധ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതാണ്. നിയമപ്പെട്ടകം 6-ാം വാക്യത്തിൽ നിയമപ്പെട്ടകം, പിന്നെ കെരൂബുകൾ, പെട്ടകത്തിൻ്റെ മുകളിലുള്ളതും 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ തണ്ടുകൾ, ഇതൊക്കെ നമുക്ക് 8-ാം അധ്യായത്തിൽ കിട്ടും. പക്ഷെ 9-ാം അധ്യായത്തിലേക്ക് കുറച്ചുകൂടെ വിശദമായി 9-ാം അധ്യായം. നിങ്ങൾ 10-ാമത്തെ അധ്യായം 9-ാം അധ്യായത്തിൽ യഹോവയുടെ ആലയം രാജധാനിയും മറ്റ് നിലയിലുള്ള ചില കാര്യങ്ങൾ 9-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ ആലയം എത്ര ഉന്നതമായി ഇരുന്നാലും എന്ന് തുടങ്ങി ഉള്ളത് താഴോട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 6, 7, 8, 9, 10 അധ്യായങ്ങൾ നിങ്ങളെല്ലാവരും വായിച്ചിരിക്കണം. ഈ അധ്യായത്തിനകത്ത് നിന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ആലയത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 7-ാമത്തെ അധ്യായത്തിൽ ശലോമോന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ശലോമോന്റെ ഭവനവും ലെബാനോനിലെ ഭവനവും ഫറവോന്റെ പുത്രിമാർക്ക് വേണ്ടിയുള്ള ഭവനവും പണിതത്. 13-ാം വാക്യം മുതൽ നമുക്ക് അങ്ങോട്ട് താഴോട്ട് വായിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ഓരോ തട്ടായിട്ട് നിങ്ങൾ വായിച്ച് ഗ്രഹിച്ച് പഠിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആ ഭാഗം നമുക്കവിടെ കഴിയുകയാണ്. അടുത്ത ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം 6-ാം അധ്യായം നിങ്ങൾ മറന്നു പോരുത്. പിന്നത്തേതിൽ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം എഴുതാം. വലിയ ഹെഡിങ്, സൈഡ് ഹെഡിങ് ആയിട്ടല്ല, സെൻട്രൽ ഹെഡിങ് കൊടുക്കണം. ഈ പുസ്തകം നിങ്ങളൊരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ 3 സബ്ജക്റ്റിൻ്റെ പുസ്തകം ഉണ്ടല്ലോ, 3 സബ്ജക്റ്റിലെ പുസ്തകം എടുത്തിട്ടാണ് ഒരു ദിവസം വന്ന് ക്ലാസ്സിലിരിക്കാൻ. ഒന്നിൻ്റെ പിറകിൽ എഴുതരുത്,
ആത്മാവ് അങ്ങനെ പറയുന്നു, ഏതിൻ്റെയൊക്കെ പിറകിൽ എഴുതുന്നത് പോലെ തോന്നുന്നു. അതുകൊണ്ട് പിറകിൽ എഴുതരുത്. ഇന്ന ദിവസം ഇന്ന ആളാണ് വരുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ വരരുത്. 3 പുസ്തകവും നിങ്ങളുടെ കയ്യിലിരിക്കണം. പ്രൈസ് ദി ലോർഡ്. 3 നോട്ട്ബുക്കും ഇരിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെടുകയും, എഴുതാം, ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെടുകയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവുമായി അവർ അധിവസിക്കപ്പെടുകയും ചെയ്തു. എഴുതിയായിരുന്നോ? അധിവസിക്കപ്പെടുകയും ചെയ്തു. ചരിത്രപരമായ വീണ്ടെടുപ്പിൻ പ്രവൃത്തിയിലൂടെ നിത്യമായ ഒരു രേഖ നിർമ്മിക്കേണ്ടതിനാണ്. പുറപ്പാട് പുസ്തകം എഴുതപ്പെട്ടത്. ഇസ്രായേലിനോടുള്ള ദൈവിക ഉടമ്പടിയുടെ എഴുതപ്പെട്ട വെളിപ്പാട് പുസ്തകം, എഴുതപ്പെട്ട വെളിപ്പാട് പുസ്തകം അവർക്ക് നൽകി. പുതിയ നിയമത്തിലും യേശുക്രിസ്തുവിലും ദൈവം നൽകിയ വെളിപ്പാടിൻ്റെ സുപ്രധാന പുസ്തകമാണ് പുറപ്പാട് പുസ്തകം എഴുതിയത്. ഒന്ന്, ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പുറപ്പാട് പുസ്തകം എഴുതപ്പെട്ടത് ഇസ്രായേലിനോടുള്ള ദൈവിക ഉടമ്പടിയുടെ എഴുതപ്പെട്ട വെളിപ്പാട് പുസ്തകം അവർക്ക് നൽകിയെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ആർക്ക് നൽകി? ഈ പുസ്തകം ഇസ്രായേൽ ജനത്തിന് നൽകി. അപ്പോൾ ഇത് ചെറിയൊരു വെളിപ്പാട് ഇതിനകത്ത് കിടപ്പുണ്ട്. ആ വെളിപ്പാടാണ് നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചത്. വീണ്ടെടുപ്പെന്ന വെളിപ്പാട് 9 പ്രാവശ്യം ഇതിനകത്ത് വീണ്ടെടുപ്പ് എന്നുള്ള വെളിപ്പാട് ഇസ്രായേൽ ജനത്തിന് മോശ മുഖാന്തരം കൊടുത്ത ഒരു പുസ്തകമാണ് ഈ പുസ്തകം.
അപ്പോൾ ജനത്തിന് എന്തു വേണം? വെളിപ്പാട് വേണം. എന്താ വെളിപ്പാട്? ഞാൻ ആരാണ് എന്ന വെളിപ്പാട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ആരാണ് എന്ന വെളിപ്പാടുണ്ടെങ്കിൽ വ്യക്തികളെ നമ്മൾ നോക്കാറില്ല. നോക്കൂ ആരെങ്കിലും? നോക്കാറില്ല ഒരിക്കലും. നമ്മൾ നോക്കുന്നത് ഞാൻ ആരാണ്. മോശയോട് ദൈവം കൊടുത്ത ഒരു വെളിപ്പാടാണ്, നീ ആരാണ്, നീ എന്തിനാ എന്നോട് നിലവിളിക്കുന്നേ, നീ ആരാ, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ, നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? ഒരു വടി, നീട്ട ചെങ്കടലിലേക്ക്. ആദ്യം വേണ്ടത് നീ ആരാണ്. ഇന്ന് രാത്രി നമ്മൾ പലപ്പോഴും പതറിപ്പോകുന്ന ഒരു കാര്യം ഇതാണ്, നാം ആരാ, നമ്മളിരിക്കുന്ന പവർ എന്താ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിരിക്കുന്ന അധികാരം എന്താ? അധികാരം എന്താണ്? 12 കോടി ഉറവ നമ്മളുടെ ഭൂമിക്കടി കൂടെ ഇങ്ങനെ ഒഴുകിയ, നമ്മളിരിക്കുന്ന വീട്ടിനകത്തൂടെയൊക്കെ പറമ്പിൽ കൂടെയൊക്കെ 12 കോടിക്ക് അധികം ഉറവ ഈ ഭൂമി കൂടെ ഒഴുകുക. ഉറവ ഉണ്ട്. അധികാരമുള്ളവൻ നിന്നാൽ ഇവിടെ കുഴിക്കെന്ന് പറഞ്ഞാൽ അവിടെ കിട്ടും വെള്ളം. അല്ലേ മനോജ് ബ്രദറെ? സ്തോത്രം. 12 കോടി ഉറവ. അതിന് പ്രത്യേകിച്ച് ഇനി പാലക്കമ്പും കൊണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വിറപ്പിച്ച് കുടവും, ഇപ്പം വേറൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. കുടവും വെള്ളം കൂടെ കൊണ്ടുവന്ന് വെള്ളം കണ്ടുപിടിക്കാൻ കൊണ്ടുപോകുക. കിണറ്റിലെ വെള്ളം ഉണ്ടാകുന്ന കിണർ വെട്ടാൻ വേണ്ടി, ബോറിങ് കുഴിക്കാൻ വേണ്ടി ഇപ്പോൾ കണ്ടുപിടുത്തം കുടത്തിൽ വെള്ളം കൊണ്ട് പോവുക. അപ്പോൾ കുടത്തിൽ വെള്ളം കൊണ്ട് പോകുമ്പോൾ വെള്ളം കിടന്ന സാധനം വരുമ്പോൾ ഇത് നിങ്ങൾ ആടും. ഓ വെള്ളം, അവിടെ തന്നെ വെള്ളമുണ്ട്. അതല്ല ഇത്. നമ്മളിൽ പകർന്ന അധികാരം എന്താണ്? പലപ്പോഴും മോശയുടെ ജീവിതത്തിൽ മോശ ദൈവത്തോട് നിലവിളിച്ച ഒറ്റ കാര്യം, ദൈവം അപ്പോഴപ്പോഴാ പറയുന്ന കാര്യം ഇതാ, മോശേ നീ ആരാ എന്ന് നീ ഒന്ന് ചിന്തിക്ക്. ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളിലുള്ള അധികാരം എന്താണ് എന്ന്. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഞാൻ ഇന്ന സ്ഥലത്തൊരു മീറ്റിങ്ങിന് പോയപ്പോൾ, ഇന്ന സ്ഥലത്ത് ഞാൻ ഇന്ന ആവശ്യത്തിന് പോയപ്പോൾ എനിക്ക് ആവശ്യം ദൈവം നിറവേറ്റി. 2, ഞാൻ ആ മീറ്റിങ്ങിൽ ദൈവം എന്നെ ശക്തമായി ഉപയോഗിച്ചു. എങ്ങനെ മനസ്സിലാക്കി? ജനത്തിൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ആ കണ്ണുനീർ തുള്ളി കണ്ടപ്പോൾ ദൈവം എന്നെ ഉപയോഗിച്ചു. അപ്പോഴാ ഞാൻ അറിഞ്ഞത് എൻ്റെ അകത്തിരിക്കുന്ന ദൈവ സാന്നിധ്യം. അതിന്ന് രാത്രി നമ്മളിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഉടമ്പടിയോട് ചേർന്ന് എഴുതപ്പെട്ട വെളിപ്പാട് പുസ്തകം അവർക്ക് നൽകി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പുസ്തകം എന്താണ്? ഉടമ്പടിയോട് ചേർന്ന് എഴുതപ്പെട്ട പുസ്തകമാണ്. ഏതാ? പുറപ്പാട് പുസ്തകം. അപ്പോൾ ഈ പുറപ്പാട് പുസ്തകത്തിന് ഒത്തിരി പ്രത്യേകതകൾ ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വളരെ ശക്തമായി ദൈവം നമ്മോട് സംസാരിക്കുന്നതായൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു പുറപ്പാട് പുസ്തകത്തിൽ. ആമേൻ. ഈ പുറപ്പാട് പുസ്തകത്തിൽ എത്ര അധ്യായമുണ്ടെന്ന് കേട്ടാൽ നിങ്ങൾ എന്ത് പറയും? എത്ര അധ്യായം ഉണ്ടെന്ന് പറയും? ഞാൻ കേട്ടില്ലല്ലോ. അധ്യായങ്ങൾ എത്ര എന്നിട്ട് എന്ത് പറയും? ഞാൻ കേട്ടില്ല. 40. എന്നാൽ ഉൽപ്പത്തി പുസ്തകം എത്ര അധ്യായം ഉണ്ടെന്ന് പറയും? 50. അപ്പോൾ എത്ര അധ്യായം കുറവുണ്ട് ഇതിൽ? 10 അധ്യായം കുറവുണ്ട്. ഈ 10 അധ്യായം കുറവുണ്ടെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്കറിയോ, 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന വാഴ്ത്തത്വങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. സ്തോത്രം. ഭയങ്കര വാഴ്ത്തത്വം. നോക്കിക്കേ, 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കേ. 1-ന്റെ-21 നിങ്ങളൊന്ന് വായിച്ച്. പുറപ്പാട് പുസ്തകം 1-ന്റെ-21. മോശയ്ക്ക് അവരോട് കൂടെ പാർപ്പാൻ സൂതി കമ്പനികൾ ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ട്
അവൻ അവർക്ക് കുടുംബവർദ്ധന നൽകി. പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ടുകളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. ഇത് മോശയെ കൊല്ലാൻ വിട്ടതാ. സൂതികർമ്മിണികൾ നോക്കിയപ്പോ അവനെ കണ്ടപ്പോ തന്നെ പേടിച്ചുപോയി. അത്ര പവറായിരുന്നു മോശയുടെ ശരീരത്തിൽ. ഒരു ലേവ്യ കുടുംബത്തിൽ ലേവ്യക്കാരൻ ഒരു ലേവ്യക്കാരിയെ വിവാഹം കഴിച്ചു. അവളിൽ നിന്നാണ് മോശ ജനിച്ചത്. മനസ്സിലായോ? ലേവ്യ കുടുംബത്തിൽ നിന്ന് ലേവ്യ പെൺകുട്ടിയെ, ലേവ്യക്കാരൻ, അതിന്റെ അർത്ഥം ഇണയില്ല പിണ കൂടരുത്. ഇപ്പൊ നമ്മളുടെ ഒരു ചോദ്യമുണ്ട്, രക്തം ചുവപ്പാണോ പച്ചയാണോ? അതിനെനിക്ക് മറുപടിയില്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. സ്തോത്രം. അപ്പോ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാമത്തെ വാക്യം പറയുന്നു, അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്ന് വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ദൂരത്ത് നിന്ന് വീക്ഷിച്ചു. ആരുടെ പെങ്ങൾ? മോശയുടെ പെങ്ങൾ. ഇന്നും ദൂരത്ത് നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്ത് സംഭവിക്കുമെന്ന്. ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ അറിഞ്ഞോ? വേടൻ എന്ന പാട്ടുകാരൻ നിങ്ങൾക്കറിയാവോ? ഇന്ന് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയില് കോളേജിൽ വേടനെ പറ്റി പഠിക്കാനുള്ള ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനിയുള്ള തലമുറകൾ മനോജ് ബ്രദർ ശരിയല്ലേ? യെസ്, വാർത്താ ചാനലിൽ നിറഞ്ഞു. അവന്റെ ക്വാളിഫിക്കേഷൻ എന്താ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്താഴപ്പട്ടിണി, കിടക്കാനൊരു വീടില്ല, സാരിയും ചാക്ക് കഷ്ണങ്ങളും കൂട്ടിപ്പിടിച്ച് തുന്നിക്കെട്ടിക്കിടന്ന വീട്ടിനകത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പറയുക, കളിച്ചും ഓടിയും പാടിയും അവൻ്റെ വയറ് ഒട്ടുമ്പോൾ പാടിയ വരികളാണ് ഇന്ന് ലക്ഷങ്ങൾ കോടികൾ ഇന്ത്യക്കകത്തും പുറം രാജ്യങ്ങളിലും നൈജീരിയയിൽ വരെ എത്തിക്കളഞ്ഞു. ഇന്ന് അവൻ ആരെന്നറിയാമോ? ഒരു ചെറിയൊരു പയ്യനെ ഒതുക്കാൻ ആർക്കും കഴിയത്തില്ല. അവൻ്റെ ആഗ്രഹവും താല്പര്യവും അത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? നിന്റെ മേലൊരു ദൈവ ഉദ്ദേശം ഉണ്ടെങ്കിൽ, അവൻ പറഞ്ഞ വാർത്താ ചാനലിൽ പറഞ്ഞ കാര്യം എന്നറിയാമോ? അവൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, എടാ ഞാൻ മരിക്കുന്ന മുമ്പേ ഏതെങ്കിലും ഒരു 10ാം ക്ലാസ് പുസ്തകത്തിലെങ്കിലും പഠിക്കാനുള്ള നില വരും എന്ന് പറഞ്ഞു. 24 ചാനലിൽ പറയാ 10ാം ക്ലാസ് അല്ലല്ലോ വേടാ, കോളേജ്, ഹൈ കോളേജിലേക്ക് വന്നു. അപ്പൊ നോക്കൂ, അവൻ എന്ത് ഭവിക്കും. ഞാൻ അത്രയും കാര്യം പറഞ്ഞു വിട്ടതാ. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ആരും സാധാരണക്കാരല്ല. പലപ്പോഴും നമ്മൾ ഒതുങ്ങുക. സ്നാനപ്പെട്ടോ? മതി, ഇത്രയും മതി, വേറെ ഒന്നും വേണ്ട. എനിക്ക് ഇനി മന്ത്രിയാവാൻ പറ്റുമോ? നിനക്ക് പറ്റും. നീ ഒതുങ്ങുന്നതുകൊണ്ടാ. നിനക്ക് പലയിടത്തും ഒതുക്കി പോകുന്നത് കൊണ്ടാ ഒന്നിലേക്കും പോകാൻ കഴിയാത്തത്. ഞായറാഴ്ച പോകുന്നു, 2 പാട്ട് കഴിയുമ്പോൾ എത്തുന്നു, കൈവക്കൊണ്ട പ്രാർത്ഥിച്ചാൽ മതി, സാക്ഷി സമയമാകുമ്പോൾ സാക്ഷ്യം പറയുന്നു, സ്വോത്രകാഴ്ച കൊടുക്കുന്നു. അടുത്ത പിന്നെ ഒരു മെയിൻ സ്റ്റേജാണ് കഞ്ഞിയും പയറും. അതിലാണ് അടി. വയ്ക്കാനുള്ള ആളും അവിടെ ഇല്ല. വയ്ക്കുന്നവരെ കുറ്റവും പറഞ്ഞ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, 1ഉം 2ഉം അധ്യായം നിങ്ങൾ പഠിക്കണം. ഒരു വാക്യം കൂടെ നിങ്ങൾ എപ്പോഴും വായിച്ചോളണേ. നിങ്ങൾ എഴുതി വെച്ചോ, പിന്നെ വായിച്ചാൽ മതി. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 20-ാമത്തെ വാക്യം നിങ്ങൾ എഴുതി വെച്ചോ, പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി. സ്തോത്രം. ഇപ്പൊ 2-ാം അധ്യായത്തിൽ അങ്ങനെ വന്നു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 3:8 അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തിന് ആമേൻ നല്ലതും വിലയേറിയതുമായ പ്രൈസ് ദി ലോർഡ് ദേശത്തിലേക്ക് പാലും തേനും ഒഴുകുന്ന
ദേശത്തേക്ക് കനാന്യർ, കിത്യർ, അമോന്യർ, എബൂസ്യർ, പെലിസ്യർ ഇങ്ങനെ തുടങ്ങിയ ഒരു വലിയ ജനതയുടെ അടുത്തേക്ക് മോശയെ ദൈവം അങ്ങ് ഉയർത്താൻ പോകുകയാണ്. അതാണ് 3-ാം അധ്യായം. 4-ാം അധ്യായത്തിൻ്റെ 4-ഉം 11-ഉം വാക്യം പറയുമ്പോൾ 4 പറയുന്ന യഹോവ മോശയോട് നിന്റെ കൈ നീട്ടി അതിൻ്റെ വാലിന് പിടിക്കുക. കണ്ടോ അധികാരം കൊടുക്കുന്നത് കണ്ടോ? ഓരോ അധ്യായത്തിലും 1000 ദൂതുകൾ പ്രസംഗിച്ചാൽ ഇന്നൊന്നും തീരത്തില്ല ഈ സബ്ജക്റ്റ്. നോക്കിക്കേ 11-ാം വാക്യം, അതിന് നിയന്ത്രണം. 4-ാം വാക്യത്തിൽ വാലിൽ പിടിക്കണം. ആരാ പറഞ്ഞത്? യഹോവയായ ദൈവം. എല്ലാം സർപ്പമായി കേട്ടോ, എല്ലാ സർപ്പമായി കേട്ടോ ജോബി, എല്ലാ സർപ്പം. ഇത് ഏതാ വടിയെന്ന് ഒരു പിടിയില്ല. നോക്കിയപ്പോൾ ഒരു സർപ്പം എല്ലാത്തിനെയും വിഴുങ്ങുന്നു, എല്ലാം വിഴുങ്ങുന്നു. അപ്പോൾ ആ കർത്താവ് പറഞ്ഞത് ഈ ഒരു കാര്യം മോശേ അതിൻ്റെ വാലിൽ പിടിക്കുക. അതിൻ്റെ വാലിൽ പിടിച്ചപ്പോൾ മോശയുടെ വടി പോലെയായി, കറക്റ്റ് വടിയായി. നോക്കിക്കോ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ. അതിനെ യഹോവയോട് മനുഷ്യന് വായി കൊടുത്തത് ആർ? കൊള്ളാം, നല്ല വാക്യം. ഒന്ന് വായിച്ചേ 11-ാമത്തെ വാക്യം. ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാ യഹോവയായ ഞാനല്ലയോ? ഒന്നുകൂടെ വായിക്കാമോ? ഇത് 2 അഭിഷക്തന്മാർ വായിച്ചപ്പോൾ അങ്ങനെ വന്നത്. ഒന്നുകൂടെ വായിക്കാമോ കർത്താസി? അതിന് യഹോവ അവനോട് മനുഷ്യന് വായി കൊടുത്തതാ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാ യഹോവയായ ഞാനല്ലയോ? എല്ലാവരെയും ഉണ്ടാക്കിയത് കർത്താവാ. വാ കൊടുത്തതാരാ? ദൈവം. ചെകിടനാക്കിയതാരാ? ദൈവം. കുരുടനാക്കിയതാരാ? ദൈവം. മുടന്തനാക്കിയതാരാ? ദൈവം. രോഗം തന്നതാ ആരാ? ദൈവം. ദൈവം അറിയാതെ തലനാര് ഒന്നുപോലും നിലത്ത് വീഴത്തില്ല എന്ന് ഉറപ്പിച്ച് നിങ്ങൾ വിശ്വസിക്കണം. നമുക്ക് വചനത്തിൻ്റെ പിന്നാലെ പോയേ പറ്റൂ. വചനമാണ് നമ്മളുടെ മുമ്പിലോട്ട് തെളിയിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ പറയുമ്പോൾ 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങൾ പഠിക്കണം, 20-ാമത്തെ വാക്യവും പഠിക്കണം. 5-ന്റെ 1-ഉം 20-ഉം. ആമേൻ. ആ 20-ാം വാക്യം പറഞ്ഞു, അവർ ഫറവോനെ വിട്ട് പുറപ്പെടുമ്പോൾ മോശയും അഹരോനും വഴിയിൽ നിൽക്കുന്നത് കണ്ടു. അവരോട് നിങ്ങൾ ഫറവോനെയും അവൻ്റെ ഭൃത്യന്മാരെയും മുൻപാകെ ഞങ്ങളെപ്പറ്റി അവൻ ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തത് കൊണ്ട് യഹോവ നിങ്ങളെ നീക്കി ന്യായം ആമേൻ പ്രൈസ് ദി ലോർഡ് വിധിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് 20-ാമത്തെ വാക്യം. മനസ്സിലാവുന്നുണ്ടോ? 20-ഉം 21-ഉം ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായുണ്ട്. ആമേൻ. ആ 1-ാമത്തെ. അതിൻ്റെ ശേഷം മോശയും അഹരോനും ചെന്ന് ഫറവോനോട് മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണം എന്ന് ആമേൻ പ്രകാരം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ഫറവോൻ്റെ ഏപ്പാടിപ്പോയി. 6-ാമത്തെ അധ്യായം നിങ്ങൾ പഠിക്കൂ. 9-ാമത്തെ വാക്യം പഠിക്കണം. 7-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നിങ്ങൾ പഠിക്കണം. 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യവും 16-ാം വാക്യവും 28-ാം വാക്യവും നിങ്ങൾ പഠിക്കണം. സ്തോത്രം. 9-ാമത്തെ അധ്യായത്തിൻ്റെ 17-ഉം 23-ഉം 23-ലാണ് മോശ തൻ്റെ വടി ആകാശത്തിലേക്ക് നീട്ടി. അപ്പോൾ യഹോവ ഇടി മുഴക്കുകയും കൽമഴ അയച്ച് തീ ഭൂമിയിലേക്ക് ആമേൻ പറഞ്ഞിറങ്ങി യഹോവയുടെ മിസ്രയീമിൽ ആമേൻ കൽമഴ പെയ്ച്ചു. അതാണ് എത്രാമത്തെ വാക്യം എന്നറിയാമോ? 23-ാമത്തെ വാക്യം. സ്തോത്രം. നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ എല്ലാ അധ്യായങ്ങളും നിങ്ങൾ പരിശോധിക്കുന്നവരായിരിക്കണം. 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പഠിക്കുമ്പോഴും 11-ാമത്തെ അധ്യായത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് ആമേൻ 4-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും നിങ്ങൾ പഠിക്കണം. 12-ന്റെ 11-ഉം 12-ന്റെ ആമേൻ 14-ഉം 12-ന്റെ 22-ഉം നിങ്ങൾ പഠിക്കണം. ആമേൻ. തുടങ്ങി 13-ാം അധ്യായത്തിൻ്റെ ആമേൻ 14-ാം വാക്യവും 14-ാം അധ്യായത്തിൻ്റെ 3-ഉം 4-ഉം
10, 11, 12, 21, 14, 13. ആമേൻ. 30, 31. ഇത്രയും വാക്യം നിങ്ങൾ ഈ അധ്യായം എല്ലാം നിങ്ങൾക്ക് ഞാൻ കമ്പിവാചകത്തിൽ പറഞ്ഞു തരികയാണ്. എന്നാൽ അടുത്ത് 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്യവും നിങ്ങൾ വിടണ്ട, മൊത്തം വായിച്ചോ. എല്ലാം ദൂതുകളാണ്. എങ്കിലും പ്രധാനപ്പെട്ട ദൂത് പറയാം. 13-ാം വാക്യം, 15-ാം വാക്യം, 16-ാം വാക്യം പ്രധാന ദൂതാണ്. ആമേൻ. 17-ാം അധ്യായം ഒരു വാക്യവും നിങ്ങൾ വിടണ്ട, ഫുൾ വായിച്ചോ. 17-ന്റെ കമ്പിവാചകത്തിൽ ദൂത് മാത്രം പറയാം. 3, 4, 5, 6, 8, 12, 14, 15 ഇത്രയും വാക്യങ്ങളാണ് 17-ാം അധ്യായത്തിൽ. 18-ാം അധ്യായം വരുമ്പോൾ അതിൽ ഒറ്റ വാക്യമേ ഉള്ളൂ, 18-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. നീയും നിന്നോട് കൂടെയുള്ള ഈ ജനവും കടാക്ഷിച്ചു എന്ന് പറയുന്നത്. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകതയുണ്ട്. 5-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കണം. എന്നാൽ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. കൽപ്പനകളും അതിനായിട്ടുള്ള വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിയെയും ദാസനെയും അവൻ്റെ കാളയെ കഴുതയോ കൂട്ടുകാരൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വായിക്കുക. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 28, 29, 30 വാക്യങ്ങളിലേക്ക് വരണം. 22-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൽ 18-ാമത്തെ വാക്യവും 23-ാം അധ്യായത്തിൻ്റെ 1-ഉം ആമേൻ. 24-ാം അധ്യായത്തിൻ്റെ 17-ഉം 25-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 33 വരെയുള്ള വാക്യങ്ങളും 33 വാക്യങ്ങളും 6-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യവും 27-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യവും 28-ാം അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ് 36-ാമത്തെ വാക്യവും നിങ്ങൾ വായിക്കണം. മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ വിടുകയാണ്. ആമേൻ. അടുത്ത് നമ്മൾ വായിക്കുന്നത് പുസ്തക അവലോകനം. ഹെഡിങ്, സെൻട്രൽ ഹെഡിങ് ആണ് പുസ്തക അവലോകനം. എഴുതിയല്ലോ. പുറപ്പാട് പുസ്തകം യാക്കോബിന്റെ പിന്തുടർച്ചക്കാർ മിസ്രൈമിൽ പീഡനവും അടിമത്വവും ശീലിക്കുകയും കഷ്ടതയുടെയും കഠിന ദാസ്യത്തിന്റെയും അനുഭവങ്ങൾ ചരിത്രപരമായി ആരംഭിക്കുന്നു. മരുഭൂമിയിൽ വിമോചനരെ സ്വന്തം ജനത്തിന്റെ മധ്യത്തിൽ വെളിപ്പെട്ടു. മഹത്വത്തിന്റെയും ബ്രാക്കറ്റിൽ സമാഗമന കൂടാരവും ദൈവിക സാന്നിധ്യത്തിന്റെയും ശക്തിയുടെയും കൂടെ
ഈ പുസ്തകം അവസാനിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകത്തെ 3 പ്രധാന ഭാഗങ്ങളായി വിഭജിക്കാം. 1-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ അധ്യായങ്ങളിൽ യോസേപ്പിനെ അറിയാത്ത ഒരു ഫറവോന്റെ ഭരണത്തിൻ കീഴിൽ യോസേപ്പിനെ അറിയാത്ത ഒരു ഫറവോന്റെ ഭരണത്തിന് കീഴിൽ മിസ്രൈമിൽ ഇസ്രായേൽ ജനം പീഡ അനുഭവിക്കുകയും നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ദൈവം ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നതും ഈ ഭാഗത്ത് ഇസ്രായേൽ ചരിത്രത്തിന്റെ സുപ്രധാന വസ്തുതകൾ: 1, മോശയുടെ ജനനം. 2, സംരക്ഷണം. 3, ഒരുക്കം. 4, എരിയുന്ന മുൾപ്പടപ്പിൽ. 5, മോശയെ വെളിപ്പെടുത്തുന്നത്. 6, 10 ബാധകൾ. 7-ാം അധ്യായം 7 മുതൽ 12 വരെ. 7 പെസഹ. അധ്യായങ്ങൾ 12. 8 ചെങ്കടൽ കടക്കുന്നത്. 13-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ. 9 മിസ്രൈമിൽ നിന്നുള്ള ഇസ്രായേലിന്റെ പുറപ്പാട്. പഴയ നിയമത്തിന്റെ ഏറ്റവും വലിയ വീണ്ടെടുപ്പിൻ അനുഭവവുമായി വീക്ഷിക്കപ്പെടുന്നു. 16-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ സീനായിലേക്കുള്ള യാത്രയിൽ ഇസ്രായേലിന്റെ മരുഭൂമി പ്രയാണത്തെക്കുറിച്ച് വിവരിക്കുന്നു.
വീണ്ടെടുക്കപ്പെട്ട തന്റെ ജനത്തെ എഴുതാൻ പറ്റുന്നില്ലല്ലോ, സ്പീഡ് കൂടുതലാ. താങ്ക് യു. നിങ്ങൾ ആരും നോക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതിയോ? ഇനി ഇത് കിട്ടാവുണ്ടോ ആന്റിക്ക്? പതിനാറ് മുതൽ 18 അധ്യായങ്ങളിൽ സീനായിലേക്കുള്ള യാത്രയിൽ ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ സീനായിലേക്കുള്ള യാത്രയിൽ ഇസ്രായേലിന്റെ മരുഭൂമി പ്രയാണത്തെക്കുറിച്ച് വിവരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട തന്റെ ജനത്തിന്റെ ജനത്തെ ദൈവം അഗ്നിസ്തംഭത്തിലും വീണ്ടെടുക്കപ്പെട്ട തന്റെ ജനത്തെ ദൈവം അഗ്നിസ്തംഭത്തിലും 2 മേഘസ്തംഭത്തിലും 3 വിശ്വാസത്തിലും 4 അനുസരണത്തിലും അവരെ നടത്തിയതായി അവർക്ക് മന്നയും 2 കാടയും 3 വെള്ളവും നൽകി പോഷിപ്പിച്ചു. പത്തൊമ്പത് മുതൽ 40 വരെയുള്ള അധ്യായങ്ങളിൽ സീനായി മലയിൽ അവർക്ക് വെളിപ്പാടുകൾ ലഭിക്കുന്നതിന് കുറിച്ച് പ്രസ്താവിക്കുന്നു. ഈ സീനായി മലയിൽ വെച്ചാണ് ഇവർക്ക് കൽപ്പന, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. സീനായി മലയിൽ മോശ ദൈവത്തോട് കൂടെ ഇരുന്നു 40 ദിവസം. എന്നാൽ താഴ്വരയിരിക്കുന്ന ജനത്തിന് ദൈവം എന്തെല്ലാം കൊടുത്തെന്നറിയാമോ? അവർക്ക് വെള്ളം കൊടുത്തു, കാട കൊടുത്തു, മന്ന കൊടുത്തു. ദൈവം ഓരോ നിമിഷവും അവർക്ക് ദൈവം നൽകിക്കൊണ്ടേയിരുന്നു. അന്ന് ജനം കഴിക്കും, മോശ ഉപവസിക്കുന്നു. ഇന്ന് ജനം ഉപവസിക്കും, മോശ കഴിക്കും. വല്ലതും പിടികിട്ടിയ അന്ന് താഴ്വര ജനത്തിന് ദൈവം വെള്ളവും കാടയും മന്നയും കൊടുത്തു, മോശ ഉപവസിച്ചു. ഇന്ന് മോശ കഴിക്കും, ജനം ഉപവസിക്കും. മനസ്സിലായില്ല? ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. മിക്കവാറും നിങ്ങൾ എന്നെ അടിക്കും. നിങ്ങളെ മുഖം കണ്ടപ്പോൾ എനിക്ക് എന്നെ പേടിയാവുന്നു. സ്തോത്രം. സീനായി മലയിൽ അവർക്ക് വെളിപ്പാടുകൾ ലഭിക്കേണ്ടതിനെ കുറിച്ച് പ്രസ്താവിക്കുന്നു. 1 ന്യായപ്രമാണവും 2
2, 10 കൽപ്പനകളും ന്യായപ്രമാണം അധ്യായം 19, 20, അധ്യായം 20 ബ്രാക്കറ്റിൽ 20 അധ്യായം 20 കൽപ്പനകളും 3 സമാഗമന കൂടാരവും 3 സമാഗമന കൂടാരവും പൗരോഹിത്യവും അധ്യായങ്ങൾ 25 മുതൽ 31 വരെ അവർക്ക് ലഭിച്ചു. അധ്യായം 25 മുതൽ 31 വരെ അവർക്ക് ലഭിച്ചു. സമാഗമന കൂടാരം പൂർത്തിയാക്കേണ്ടതിനും ദൈവ തേജസ് അതിനെ നിറയ്ക്കുന്നതും 40-ാം അധ്യായം. വിവരിച്ചുകൊണ്ട് പുറപ്പാട് പുസ്തകം അവസാനിക്കുന്നു. പുറപ്പാട് പുസ്തകം അവസാനിക്കുന്നു. ഓക്കെ, അടുത്തതായി പുറപ്പാട് പുസ്തകത്തിന്റെ സവിശേഷതകൾ. നമുക്ക് ആ 3-ാമത്തെ അധ്യായം പുറപ്പാട് 3-ാമത്തെ അധ്യായം ഉണ്ടല്ലോ, ആ 3-ാം അധ്യായത്തിൽ ഒരു 2 വാക്യം ഒന്ന് വായിക്കാം. 2 വാക്യം. എട്ടും 9 വാക്യം. അവരെ മിസ്രയീമ്യരുടെ വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവും ആ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ഇതിനെ ഒന്ന് അവസാനിപ്പിക്കാനാണ് മോശയുടെ മുമ്പിൽ മുൾപടർപ്പിൽ യഹോവയായ ദൈവം പ്രത്യക്ഷനായത്. അപ്പോൾ മോശയ്ക്ക് എത്ര വയസ്സായിരുന്നു? ലിൻഡ, ലിറ്റി, ജോബി, സെബിൻ, ബാക്കി എല്ലാവരും ഓഫ് ചെയ്ത് വെച്ച് അങ്ങനെ മൗനമായിരിക്കുക. ജോൺസി, സാനിയ, മനോജ്, ബ്രദർ എല്ലാവരും ഓഫ് ചെയ്തിരിക്കുക. സ്വതന്ത്രം. 40 വയസ്സല്ലേ? ഗുഡ്. എത്ര വയസ്സാ? ആന്റി 40 എന്ന് പറഞ്ഞു. എത്ര വയസ്സായിരുന്നു? എത്ര വയസ്സിലാ മിസ്രൈമിൽ നിന്ന് മോശ പുറപ്പെടുന്നതെന്ന് അറിയാമോ? അറിയില്ല. ഇവിടെ പറഞ്ഞേ, ലിൻഡലിറ്റ് പറഞ്ഞേ. ജോബി 40 വയസ്സ്. ഉൾപ്പെടപ്പിൽ വന്നപ്പോൾ 40 വയസ്സ്. പ്രൊഫസർ നോക്കിയാണ് പറഞ്ഞേ. 80 വയസ്സ്. 40 വർഷം മോശയോട് ദൈവം ഇടപെട്ടില്ല.
കാരണം ഒരു മിസ്രൈമിൽ വച്ച് ഒറ്റയാടിയിൽ അവൻ മണലിൽ താഴ്ത്തി വച്ചു, ദൈവത്തോട് ചോദിക്കാതെ. അവിടെ നിന്ന് ഓടിയതാ. 40 വർഷം, 80 വർഷം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല വയസ്സായി. അത് ആർക്ക് വയസ്സായി? നമുക്കാണ് മോശ വയസ്സായെന്ന്. അപ്പോഴാണ് അദ്ദേഹത്തിന് വീര്യം കൂടിയത്. 40, 80 വയസ്സായപ്പോ മോശയെ ഏൽപ്പിച്ച് എത്രയെന്നറിയാം? 30 ലക്ഷം. അവിടെ നിന്ന് പറഞ്ഞെന്താ? നീ ആടിനങ്ങ് വിട്. ഈ 300 വിട്ടാൽ ഒറ്റ പ്രസംഗത്തിൽ 3000 തരാം. എത്രാമത്തെ വയസ്സിലാ? 80 വയസ്സിൽ ഒറ്റ പ്രസംഗത്തിൽ 3000 കൊടുത്തു. അടുത്ത് പറഞ്ഞെന്നറിയാമോ? 3000 വിട്, ഞാൻ 35,000 തരാം. എവിടെ? മുട്ടുകുത്തി നക്കി കുടിക്കുന്ന ആ ചരിത്രം നിങ്ങൾക്ക് അറിയാമോ? ജനത്തെ ഒറ്റ പ്രസംഗത്തിൽ 35,000 തരാന്ന് പറഞ്ഞു. അതും വിട്, 35,000 വിട്, 30 വിട്, ഞാൻ 30 ലക്ഷത്തെ തരാം. ഇതാണ് വിളി. എത്ര വയസ്സിലാണ് വിളിച്ചത്? 80 വയസ്സിൽ മുൾപ്പടർപ്പിൽ. നിങ്ങൾ അധ്യായം വായിച്ചു നോക്ക്, 3-ാം അധ്യായം. മുൾപ്പടർപ്പിൽ എന്ന് പറഞ്ഞാൽ 2-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരുമ്പോൾ അവിടെ ദൈവം അവന് പ്രത്യക്ഷനാകുന്നതാണ്. 7-ാമത്തെ വാക്യം മുതൽ തീർത്തുള്ള വാക്യം നിങ്ങൾ പഠിക്കുക. ഇസ്രായേലിന്റെ രക്ഷകനായി ദൈവം അവനെ അയക്കുന്നത്. സ്തോത്രം. ഇസ്രായേലിന്റെ രക്ഷകനായി 80-ാമത്തെ വയസ്സിൽ മോശയെ തിരഞ്ഞെടുത്തു ദൈവം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിർബന്ധമുണ്ട്, നിങ്ങൾ അലക്ഷ്യമായി ക്ലാസ്സിലിരിക്കരുത്, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. സ്തോത്രം. ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്. ഇത് നിങ്ങളുടെ പദവിയുടെ സമയമാണ്. നിങ്ങളുടെ എഴുന്നേൽപ്പിന്റെ സമയമാണ്. ഇത് നിങ്ങളുടെ സീസണാണ് എന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര പേരിനകത്തുണ്ട്? യെസ്, ഒരാളെങ്കിലുണ്ടല്ലോ മതി. ദൈവപൈതലേ, നിന്റെ ദിവസമാണ്. കർത്താവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സ്തോത്രം. അപ്പൊ ഈ സീസണിൽ ദൈവം 80-ാമത്തെ വയസ്സിൽ മോശയെ വിളിച്ച് 30 ലക്ഷത്തെ ഏൽപ്പിച്ചെങ്കിൽ ഇതിനകത്ത് 80 വയസ്സായവരാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി ഈ 80-ാമത്തെ വയസ്സിൽ മോശയെ വിളിച്ചെങ്കിൽ ഇന്ന് പറ, ദൈവമേ, എനിക്കും നിന്റെ വേലയിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ എനിക്ക് അതിയേറിയ വാഞ്ചയുണ്ട് എന്ന് പറ. കർത്താവ് അവിടെ ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ. അതാണ് 3-ാമത്തെ അധ്യായം. നിങ്ങൾ മറന്നു പോകരുത്. ഞാനിവിടെ പറഞ്ഞ ഓരോ വാക്കുകളും, അതായത് 19-ാമത്തെ അധ്യായം മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ സീനായി മലയിലേക്ക്, അപ്പോൾ നമ്മൾ ഏത് മുതൽ വായിക്കണം? 19 മുതൽ 40 വരെ നിങ്ങൾ വായിക്കണം. വായിക്കുമ്പോൾ ഇതിനകത്ത് അനേക അത്ഭുതങ്ങൾ ഇതിനകത്ത് കാണാം. ന്യായപ്രമാണവും സമാപന കൂടാരവും 20-ാം അധ്യായം, അത് കഴിഞ്ഞിട്ട് പൗരോഹിത്യവും, പിന്നെ അതുപോലെ സമാപന കൂടാരത്തിൽ ദൈവം നൽകിയ അധികാരങ്ങളും ദൈവത്തിൻ്റെ തേജസ്സും ദൈവം അവർക്ക് കൊടുത്ത പ്രമാണങ്ങളും ദൈവം അവർക്ക് കൊടുത്ത വെളിപ്പാടുകളും, ആമേൻ, കൽപ്പനകളും സകലവും ഈ 19-ാം അധ്യായം മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ പഠിക്കണം. സ്തോത്രം. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുറപ്പാട് പുസ്തകത്തിന്റെ സവിശേഷതകൾ, സെൻട്രൽ ഹെഡിങ്. തുടങ്ങി വയ്ക്കാം, തീരത്തില്ല. ഒന്ന്, ഒരു ജാതി എന്ന നിലയിൽ ഇസ്രായേൽ ജനതയെക്കുറിച്ചുള്ള
ഒരു ജാതി എന്ന നിലയിൽ ഇസ്രായേൽ ജനത്തെ കുറിച്ചുള്ള ചരിത്രപരമായ സാഹചര്യങ്ങൾ അത് രേഖപ്പെടുത്തുന്നു. എത്ര ജാതി ഉണ്ടെന്നറിയാമോ? ഈ പുറപ്പാട് പുസ്തകത്തിൽ സവിശേഷിക്കപ്പെടുന്ന 5 പ്രധാന ജാതികൾ. അഞ്ച് പ്രധാന ജാതികൾ. അടുത്ത 2, 10 കൽപ്പനകളിൽ അധ്യായം 20. 10 കൽപ്പന കാണാതെ അറിയാമോ? അടുക്കടുക്കാറ്റ് പറയാൻ പറ്റുമോ? അതിനുള്ള ആരോഗ്യമുണ്ടോ? ചെക്ക് ചെയ്യണം ആരോഗ്യമുണ്ടോ എന്ന്. ഇനി ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കണമെന്തോ. 10 കൽപ്പന അറിയാമോ? ലിറ്റി പറയും. 10 കൽപ്പന ലിറ്റി ഇപ്പൊ പറയും. പത്ത് കൽപ്പന. ഓ ആ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ആ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. സിസ്റ്ററെ, സരി സിസ്റ്ററെ, ജോബി, യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. എന്റെ മുമ്പാകെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. നിനക്കായ ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കി അതിനെ സേവിക്കുകയോ കുമ്പിടുകയോ അരുത്. എന്റെ നാമം വൃഥാ എടുക്കരുത്. 6 ദിവസം അധ്വാനിച്ച് നേരൊക്കെയും ചെയ്യുക. എന്നാൽ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. നിന്റെ പിതാവിനെയും നിന്റെ മാതാവിനെയും ബഹുമാനിക്കുക. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, മോഹിക്കരുത്. 10 കൽപ്പനകൾ. ഈ എല്ലാവരും 10 കൽപ്പന അടുത്ത വ്യാഴാഴ്ചയ്ക്ക് മുമ്പേ പ്രൊഫസർ പോയിട്ട് ഈ ഇരിക്കുന്ന ബാക്കി എല്ലാവരും എഴുതി എനിക്ക് PDF ആയിട്ട് ഇങ്ങോട്ട് അയച്ചു തരണം. ഞാൻ 1000 പ്രാവശ്യം എഴുതാൻ പറയുന്നില്ല. 10 കൽപ്പന അറിയാത്ത ആൾക്കാരായി പോയല്ലോ. നാണക്കേട്. ഇവിടെ ഇവിടെ മനോജ് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. മനോജ് ചോദിച്ചില്ല കേട്ടോ. ചോദിച്ചവരടുത്ത് മാത്രമേ പറഞ്ഞത്. സ്തോത്രം. ആമേൻ. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ അധ്യായം 20, 10 കൽപ്പനകൾ, അധ്യായം 20. ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന ധാർമ്മിക നിയമങ്ങളും നീതിയുടെ കൽപ്പനകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമുഖാന്തരം വേദപുസ്തകത്തെ
നിത്യനിയമങ്ങൾക്കും ഒരു അടിസ്ഥാനം നൽകിയിരിക്കുന്നു. 3, ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ കൃപയുടെയും 1 കൃപയുടെയും 2 ശക്തിയുടെയും  സ്വഭാവത്തെ വിവരിക്കുന്നു. സുപ്രധാന പഴയ നിയമ പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. പാപത്തിൻ്റെയും സാത്താൻ്റെയും ലോകത്തിൻ്റെയും നാശത്തിൽ നിന്നും വീട് കൂടി പോകുന്നു. കിട്ടാനുണ്ടോ ഏതെങ്കിലും ഭാഗം? പാപത്തിന്റെയും അത്രേ പറഞ്ഞോളൂ. അത്രേ ഞാൻ പറഞ്ഞോളൂ. പാപത്തിൻ്റെയും, അടുത്ത് സാത്താൻ്റെയും ലോകത്തിൻ്റെയും നാശത്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നുമുള്ള ജനത്തിൻ്റെ വിടുതൽ ദൈവത്തിൻ്റെ പ്രത്യേക സ്വഭാവത്തെ പഴയ നിയമ വ്യവസ്ഥകളിൽ പുറപ്പാട് പുസ്തകം വിവരിക്കുന്നു. ഈ പുറപ്പാട് പുസ്തകത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഉൽപ്പത്തിയിലുള്ളതിനേക്കാളും കുറച്ചുകൂടെ പ്രത്യേകത പുറപ്പാട് പുസ്തകത്തിനകത്തുണ്ട്. ഒന്ന്, എന്ത് കാര്യത്തിനും ദൈവം ഇറങ്ങി വന്ന് പറയും. ഭയങ്കരമല്ലേ? എന്ത് കാര്യമുണ്ടെങ്കിലും ദൈവത്തോട് ചോദിക്കാതെ ഭക്തന്മാർ ചെയ്യത്തില്ല. എന്ത് കാര്യം, ഏതൊരു വിഷയം ഉണ്ടെങ്കിലും അത് ഏറ്റവും കൂടുതൽ അതുപോലെ ചെയ്യുന്നവരിൽ ഇപ്പോൾ ഒരുവിധം വിശുദ്ധ മണവാട്ടി സഭ എന്ന് പറയുന്നൊരു സഭയുണ്ട്, അറിയാലോ, ദി പെന്തക്കോസ്റ്റ് മിഷൻ ചർച്ച്. ഒരു വിവാഹ സംബന്ധമായ ആണെങ്കിലും ഒരു ജോലി സംബന്ധമായ വിഷയമാണെങ്കിലും മൂപ്പൻ്റെ ചെവിയിലെത്തിയാൽ പറയും, നിങ്ങൾ പോയിട്ട് വരൂ, ഞാൻ പ്രാർത്ഥിക്കട്ടെ. അദ്ദേഹം മുട്ടുമടക്കും. ദൈവം വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. അങ്ങോട്ട് പോകണമോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇല്ല, ഞാൻ പ്രാർത്ഥിക്കട്ടെ, ദൈവം പറഞ്ഞാൽ ഞാൻ പറയാം. വിശുദ്ധ മണവാട്ടി സഭ എന്ന് അവർ പറയുന്നത്. നമ്പർ 4,
ദൈവത്തിൻ്റെ തേജസ്സേറിയ 4 ദൈവത്തിൻ്റെ തേജസ് ഏറിയ വെളിപ്പാട് താഴെ പറയുകയും ഈ പുസ്തകത്തിൻ്റെ ഉടനീളം ദർശിക്കാം. 1 ദൈവത്തിൻ്റെ സ്വഭാവ പ്രകടനങ്ങൾ, ദൈവത്തിൻ്റെ സ്വഭാവ പ്രകടനങ്ങളിൽ. 2 തേജസ്സേറിയവൻ, തേജസ് ഏറിയവൻ. 3 സത്യവാൻ, 3 സത്യവാൻ. 4 കരുണയുള്ളവൻ, കരുണ ഉള്ളവൻ. 5 വിശ്വസ്തൻ, വിശ്വസ്തൻ. 6 വിശുദ്ധൻ, വിശുദ്ധൻ. 7 സർവശക്തൻ, സർവശക്തൻ. ചരിത്രത്തിൻ്റെയും ശക്തിയേറിയ രാജാക്കന്മാരുടെയും മേൽ കർത്താവ് വീണ്ടെടുക്കപ്പെട്ടവരുമായി ഒരു ഉടമ്പടിയിൽ പ്രവേശിക്കുന്നു, ഒരു ഉടമ്പടിയിൽ പ്രവേശിക്കുന്നു. വീണ്ടെടുപ്പുകാരൻ തൻ്റെ ധാർമ്മിക നിയമങ്ങളിലും, ഞാൻ പറയുന്ന കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. വീണ്ടെടുപ്പുകാരൻ തൻ്റെ ധാർമ്മിക കാര്യങ്ങളിലും നിയമങ്ങളിലും വിധികളിലും വെളിപ്പെടുത്തുന്നത് പോലെ ഒന്ന് അധിവസിക്കുന്നവൻ, 2 ആരാധ്യൻ, 3 ഉടമസ്ഥൻ, 4 കാര്യസ്ഥൻ, 5 ശക്തിയുള്ളവൻ, എന്നിങ്ങനെ ഇറങ്ങി വന്ന ദൈവം അവൻ ഭക്തിയുള്ളവനോട്
ആരാധനയ്ക്ക് യോഗ്യൻ. 5 ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുത്തു. ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുത്തു. കഴിഞ്ഞപ്പോൾ ജനം സത്യത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടതിന്, ജനം സത്യത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പുറപ്പാട് പുസ്തകം വ്യക്തമാക്കുന്നു.